സ്വയംവര പന്തൽ അവസാന ഭാഗം. ഒരു സങ്കടത്തോടെ താളിൽ മുറുകെ പിടിച്ചു അമൃത. കണ്ണൊന്ന് പിടഞ്ഞു. ഹൃദയമിടിപ്പിന്റെ താളം വർദ്ധിച്ചു. അല്ലെങ്കിൽ വേണ്ട, അത് അവിടെ തന്നെ കിടന്നോട്ടെ. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് അഴിച്ചാൽ മതി കേട്ടോ. അതും പറഞ്ഞ് അവിടെ കവിൾ വീണിടുന്ന മുടി കൈകളാൽ എടുത്ത് ചെവിയുടെ പുറകിലേക്ക് ഒതുക്കി വെച്ച് കൊടുത്തു. അവന്റെ വിരൽ തുമ്പിന് പോലും ഇപ്പോൾ തന്റെ ഉള്ളിലെ പ്രണയത്തെ ഉണർത്തുന്നതായി തോന്നി അമൃതക്ക്. ആ തോളിൽ പിടിച്ച് കിടത്തി ശേഷം കാലിനടിയിൽ ഒരു പില്ലോ വെച്ച് ഉയർത്തി വെച്ച് കൊടുത്തു. ഈ മുറിയിൽ ഒരു കട്ടിലേ ഉള്ളൂ, എനിക്ക് നിലത്ത് കിടക്കാനൊന്നും വയ്യ. എന്നതിൻ്റെ ഓരം ചേർന്ന് കിടക്കാം ഒരുമിച്ച്. എന്ത് പറഞ്ഞെന്നറിയാതെ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി അമൃത. കണ്ണുരുട്ടണ്ട, ആ താലിയോടെ കിടക്കുവോളം അമൃത അനന്തകൃഷ്ണന്റെ ഭാര്യ തന്നെയാ. അല്ലെങ്കിൽ അത് ഊരി തന്നേക്ക്, ഞാൻ പോയിക്കോളാം ഇപ്പൊ തന്നെ. അതും പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് പോയിരുന്നവൻ. എന്റെ ശിവനെ, അത് ഊരിരുതേ. ഇനി എങ്ങാനും ആ സന്തൂർ പെണ്ണ് വാശിക്ക് ഊരുവോ? ഞാനാണെങ്കിൽ ഒരു ഒഴുക്കി പറയുകയും ചെയ്തു. അതും പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് അനന്തു. സന്തോഷത്താൽ ഉള്ളം നിറഞ്ഞു തുളുമ്പി അവളുടെ ചിരിയാൽ മുഖം വിടർന്നു. പെട്ടെന്ന് തന്നെ എന്തോർത്ത് മുഖം മങ്ങിയിരുന്നു. വേണ്ട അനന്തു, ഞാൻ ചേരില്ല. എൻ്റെ മനസ്സും ശരീരവും ആഗ്രഹിച്ചുകൂടെ നിന്നെ. വേണ്ട, പൊയ്ക്കോ, എന്നെ വിട്ട് പൊയ്ക്കോ പറഞ്ഞുകൊണ്ട് പില്ലോയിൽ മുഖം പൂഴ്ത്തി കരഞ്ഞവൾ. നീ എന്തൊരു പൊട്ടിയാ പെണ്ണെ, ഇതിനാണോ എന്നെ അകറ്റിയത്? എന്നെ കെട്ടിക്കാൻ എന്തൊരു ധൃതിയായിരുന്നു. എന്നിട്ട് നീറി ജീവിക്കാനല്ലേ? അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മുറിവിന്റെയും മനസ്സിന്റെയും വേദന അവൾ മറന്നു. അവിടെ അവനോട് അടങ്ങാത്ത പ്രണയം മാത്രം തുളുമ്പി നിന്നു. പിന്നെ എന്തിനാന്ന് അവിടെ വെച്ച് എന്നോട് അവളെ ആ വാണി കെട്ടുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞ്? സങ്കടത്തോടെയും കുറച്ച് കുശുമ്പോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ചോദിച്ചു അമൃത. എന്റെ പെണ്ണെ, രാമായണം മുഴുവൻ കേട്ടിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് ചോദിച്ച പോലെ ചോദിക്കല്ലേ. ഒന്ന് എറിഞ്ഞു നോക്കിയാടി, നീ അതിലും വീണില്ല. ആ കരച്ചിലിനിടയിൽ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ച അവൾ. എന്നാലേ കുളിക്കാൻ നമുക്ക്. അമ്മച്ചി എന്ത് വിചാരിക്കും? എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അവിടെ, പാവം. ഒന്ന് മൂളി അവൾ. ശേഷം അവന്റെ തിളക്കമാർന്ന കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ മുഖം തന്റെ കൈക്കുമ്പിളിൽ പൊതിഞ്ഞു പിടിച്ചു. ആ കവിളിൽ കണ്ണീരാൽ കുതിർന്ന ചുംബനം നൽകി അവൾ. എല്ലാത്തിനും മാപ്പനന്ത്, എല്ലാത്തിനും. അത് കേട്ടതും ചൂണ്ടിവിരൽ അവളുടെ ചുണ്ടിൽ വെച്ച് പാടില്ല എന്നർത്ഥത്തിൽ തലയാട്ടിയവൻ. ഇതിവിടെ നിർത്തിക്കോണം, ഉമ്മയല്ല ഈ മാപ്പും കോപ്പും. അപ്പൊ ഞാനും കൂടി പറയണ്ടേ? ഞാനും നിന്നോട് പറയണ്ടേ? അതും പറഞ്ഞുകൊണ്ട് അവളുടെ നൈറ്റിയുടെ ഹുക്ക് ഓരോന്നായി ഊരി പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കൈ പതിയെ പൊക്കി സൂക്ഷിച്ച് ഊരി മാറ്റി. അവന്റെ വിരൽ തുമ്പുകൾ തൊടുന്നിടം കുളിരുകൊണ്ട് തന്റെ രോമങ്ങൾ ഉയരുന്നത് അറിഞ്ഞവൾ. നിനക്ക് നാണം വരുന്നുണ്ടോ പെണ്ണേ? അത്രമേൽ മൃദുവായി പ്രണയത്തോടെ അവളുടെ ചെവിയോരം ചേർന്ന് ചോദിച്ചു അനന്ത്. ഉണ്ടെങ്കിൽ കണ്ണടച്ചൂടി പറഞ്ഞുകൊണ്ട് അവളുടെ ബാക്കി വസ്ത്രങ്ങൾ അഴിച്ചെടുത്തിരുന്നവൻ. ഇടം കൈകൊണ്ട് അവന്റെ വയറിൽ ചേർത്ത് പിടിച്ച് മുഖം അമർത്തി ഒന്ന് ചുംബിച്ചു അമൃത. ചെറു ചുടുവെള്ളത്തിൽ തോർത്തു മുക്കി സർജറി ചെയ്ത മുറിപ്പാടിൽ പതിയെ ഒപ്പിയെടുത്തു. ആ ശരീരത്തിലെ ക്രൂരതയുടെ പാടിൽ എന്റെ കണ്ണുടക്കി. ദേഷ്യവും സങ്കടവും പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. അവന്റെ കണ്ണുകളിൽ അതൊരു കണ്ണുനീരായി ഉരുണ്ടുകൂടി. അവൾ അവനെ നോക്കി എന്താണെന്ന് ചോദിച്ചു. അവൻ ചിരിയോടെ ഒന്നുമില്ലെന്ന് കണ്ണി ചെമ്മി കാണിച്ചു. ദേഹം തുടച്ച് സ്റ്റിച്ചുണങ്ങാത്ത മുറിയിൽ മരുന്ന് വെച്ചു. ഓപ്പൺ മാക്സ് ഇട്ടുകൊടുത്തു. അവളെ തന്റെ ദൃഢമായ കൈകൾ കോരിയെടുത്ത് ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് വന്നു. ബെഡിലിരുത്തി അവളെ. ശേഷം വീണ്ടും തല നല്ലവണ്ണം തുടച്ച് ചീർപ്പ് ഉപയോഗിച്ച് മുടി ചീകി ഒരു ക്ലിപ്പിട്ട് കൊടുത്തു. കുറച്ച് പൗഡറും മുഖത്തിട്ടു. ഒരു ചെറിയ കറുത്ത പൊട്ട് നെറ്റിയിൽ വെച്ച്. അയ്യോ, ഇപ്പൊ എന്റെ പെണ്ണ് സുന്ദരിയായിട്ടുണ്ട് അവൻ പറഞ്ഞപ്പോൾ അതിശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ശേഷം നെറുകയിൽ ഒരു ചുംബനം നൽകി. അത് കണ്ണുകൾ അടച്ച് സ്വീകരിച്ചു അമൃത നിറഞ്ഞ സംതൃപ്തിയോടെ. നല്ല എക്സ്പീരിയൻസ് ആളാനെന്ത്? ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അമൃത. പിന്നെ ഇങ്ങനെയല്ല ഓരോന്ന് ശീലിക്കുന്നത്, ഭാവിയില് ആവശ്യം വരും. അതും പറഞ്ഞൊരു കണ്ണിറുക്കി കാണിച്ചു അനന്ത്. നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം പറഞ്ഞു പോവാനായി തിരിഞ്ഞു കൈ പിടിച്ചവൾ. എന്താണെന്നൊരു ചിരിയോടെ പുരികം പൊക്കി ചോദിച്ചവൻ. അത് അനന്തു, നിനക്ക് ഒരിക്കൽ പോലും എന്നോട് വെറുപ്പ് തോന്നിയിട്ടില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ നുണയാവും. തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം. നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നോർത്ത്, ഒരന്യനായി കണ്ടില്ലോ എന്നോർത്ത്. അതിന്റെ റിയാക്ഷനാ അന്ന് കണ്ടത്. കൈ പിടിച്ച് ബെഡിലെത്തി അവനെ അവൾ. ആ തോളിൽ ചാഞ്ഞ അമൃത അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. എനിക്ക് പേടിയാവുന്ന അനന്ത്, അമ്മാവിനെ ഇനിയും നമ്മൾ എന്തെങ്കിലും ചെയ്താ? അയാൾക്കുള്ള ഞാൻ കൊടുത്തോളാം ബോണസായിട്ട്. നീ ഇപ്പോൾ ഇരിക്കുക, ഞാനിപ്പോ വരാം. അവൻ പോകുന്ന നോക്കിയൊരു ചിരിയോടെ കട്ടിൽ തന്നെ ഇരുന്നു അമൃത. തിരികെ കയ്യിൽ കഴിക്കാനുള്ള ഫുഡ് എടുത്തു വന്ന് അനന്തു. ചൂട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും, അതും സോഫ്റ്റ് ചപ്പാത്തി. അയ്യവ, വാ തുറന്നേ മൂസേ. ചപ്പാത്തി കഷ്ണം മുറിച്ച് കറിയിൽ മുക്കിയെടുത്ത് അവളുടെ നേരെ നീട്ടിയവൻ. അവനായി ഒരു പുഞ്ചിരി കൊടുത്തു. ശേഷം വാ തുറന്നു. മതി അനന്ത്, വയറ് നിറഞ്ഞു, ഇനി നീ കഴിക്ക്. ഞാൻ കഴിക്കാം, പക്ഷെ നീ ഒരെണ്ണത്തിന്റെ പകുതിയിലേ കഴിച്ചുള്ളൂ. അപ്പോഴേക്ക് നിറഞ്ഞു. എന്തോന്ന് വയറാടിയത്. ഈ കുഞ്ഞിപ്പിള്ളയിൽ എന്റെ കുഞ്ഞുങ്ങൾ കിടക്കേണ്ടല്ലേടി, കഴിക്ക്. അതും പറഞ്ഞ് ചിരിയോടെ ഒരു കഷ്ണം കൂടി മുറിച്ചെടുത്ത് കറിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി. അതും കൂടെ കഴിച്ച ശേഷം അവൾ അവനെ നോക്കി പറഞ്ഞു. വൃത്തിയേട് പറയാതെ അനന്ത്, ഇതിലെന്തോന്ന് വൃത്തിയേട്? കാര്യം പറഞ്ഞല്ലേ, അപ്പൊ അതൊന്നും വേണ്ട നിനക്ക്.
അത് കേട്ടതും കൈ ചുരുട്ടി വിരൽ കൊണ്ട് അവന്റെ വയറിൽ പതിയെ കുത്തിയവൾ. ശേഷം ഒരു നാണത്തോടെ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അമൃത. ചിരിയോടെ അതിലേറെ പ്രണയത്തോടെ അങ്ങനെ ഇരുന്ന് അവനും. ഒരു പണി ഏൽപ്പിച്ച് അത് വൃത്തിയായിട്ട് ആദ്യം ചെയ്യാനറിയണം. നിനക്കൊക്കെ ഞാൻ ചെലവുകളും തന്ന് തീറ്റിപ്പോറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. മനസ്സിലായോ? കടം നശിപ്പിച്ചു വന്നിരിക്കുന്നു. മഹാദേവൻ തന്റെ മുമ്പിൽ നിന്നവരിൽ അവരുടെ കോൾ പിടിച്ച് ദേഷ്യപ്പെട്ടു. ഇതൊരു സാധാരണ ആക്സിഡന്റ് ആയിട്ട് അറിയാൻ പാടുള്ളൂ. ഞാൻ SP ഒന്ന് വിളിക്കട്ടെ? എന്റെ ഫ്രണ്ടാ, എല്ലാം വേണ്ട പോലെ ശരിയാക്കാൻ ഉറപ്പ് വന്നിട്ടുണ്ട്. എന്റെ പേര് പുറത്തു വന്നുകൂടാ. ആ നായിന്റെ മോളിൽ രക്ഷപ്പെട്ടുകൂടാ. തീർക്കും ഞാൻ അവളെ. മഹാദേവനാ പറയുന്നത്. എന്റെ മകനെയും കൊന്ന് സ്വത്തും കയ്യിലായി. തീർത്ത് കളഞ്ഞ രണ്ടെണ്ണത്തിനെയും. പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അടുത്തിടുന്ന തടിയിൽ തീർത്ത കസേര ചവിട്ടി തെറിപ്പിച്ചു. കോപത്തിൽ മുഖം വലിഞ്ഞു മുറുക്കി കണ്ണുകൾ ചുവന്നു. നീ കാത്തിരുന്നു അമൃത. നീയും ആ പന്നന് സുഖിച്ച് വാഴില്ല. വായിക്കില്ലേ മഹാദേവൻ? ആഹാരം കഴിച്ച് മുറിയിലേക്ക് വരുമ്പോൾ കട്ടിൽ കണ്ണുമടച്ച് ചാരിയിരിക്കുകയാണ് അമൃത. ഇടയ്ക്ക് കണ്ണു തുറക്കുന്നുമുണ്ട്. അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു അനന്തു. ശേഷം അവളുടെ അടുത്തായി ചെന്നിരുന്നു. അവന്റെ സാമീപ്യം അറിഞ്ഞതും കണ്ണു തുറന്നെന്ന് അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചവൾ. എന്താണ് ഇനി എന്തിനേയും ഉണ്ടക്കണ്ണിങ്ങനെ നിറക്കുന്ന നീ? ചോദിച്ചുകൊണ്ട് അവൾ തന്റെ മാറോട് ചേർത്ത് പിടിച്ചു. ഞാനൊരു അഹങ്കാരിയായിരുന്നു അനന്ത്. എൻ്റെ സമ്പത്തിൽ, എൻ്റെ സൗന്ദര്യത്തിൽ, എല്ലാത്തിലും എന്തോ ഞാൻ നിന്നെ ഒരുപാട് വെറുത്തിരുന്നു. അമ്മ എന്നേക്കാളും നിന്നോട് അടുപ്പം കാണിച്ചപ്പോൾ ദേഷ്യവും അസൂയയും തോന്നിപ്പിച്ചു. അത് പിന്നെ വെറുപ്പായി മാറി. എന്തിന് ഞാൻ നിന്റെ നിറത്തിനെ കുറിച്ച് വരെ പറഞ്ഞതും ആർത്ത് കരഞ്ഞു പോയിരുന്ന അമൃത. ഞാൻ അറിഞ്ഞില്ല സ്നേഹത്തിന് നിറമില്ല എന്ന്. ഒരേ ഒരു നിറമേ ഉള്ളൂ. കരുതലിൻ്റെ, വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നിറം. അതുണ്ട് നിനക്ക്. ഏഴഴകുമായിട്ട് എന്നിലേക്ക് വന്ന എൻ്റെ പ്രണയം. അതും പറഞ്ഞാൽ നെഞ്ചിലേക്ക് വീണിരുന്നവൾ. അപ്പോഴും കരയുന്നുണ്ടായിരുന്നു അമൃത. മതി അമ്മൂട്ടി, ഇനിയും കരയില്ലേ? ഈ 7-8 മാസത്തെ എൻ്റെ കാത്തിരിപ്പ് കൊളാക്കല്ലേ നീ? അതും പറഞ്ഞ് ചിരിച്ച് അവൾ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. കൈയണങ്ങിയതും എരിവ് വലിച്ചു അവൾ. അയ്യോ സോറി, ഞാൻ അറിയാതെ, കണ്ടില്ല പൊന്നെ. പറഞ്ഞു എഴുന്നേൽക്കാൻ തുടങ്ങിയതും ആ കൈ പിടിച്ച് പിന്നെ ഇരുത്തി അവൾ. അനന്തു, നീ ഇനി എന്നെ ഇട്ടേച്ച് പോകില്ലേ? ഈ വേദന അമൃതക്ക് മാത്രമുള്ളതാ. പറഞ്ഞുകൊണ്ട് അവന്റെ മാറിലേക്ക് ചാഞ്ഞ് തലയിണയിലേക്ക് കിടത്തി അവളെ പുതപ്പിച്ച് ഒരു തലയിണയും പുതപ്പെടുത്ത് സോഫയുടെ അടുത്തേക്ക് നടന്നു. ഇവിടെ കിടക്കോ എന്റെ കൂടെ? വേണ്ടടോ, അതേ ഉറക്കത്തില്ലേ ഒരു ബോധം കാണില്ല എനിക്ക്. കയ്യും കാലം കൊള്ളും ദേഹത്ത്. ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും സങ്കടത്താൽ ചുണ്ടുകൂർപ്പിച്ച് മുഖം താഴ്ത്തി അമൃത ഇടങ്ങണാൻ അവനെ നോക്കി. സോഫയിൽ ചെന്നിരുന്നു അനന്തു. ഇടക്ക് നോക്കിയപ്പോൾ പെണ്ണിന്റെ മുഖത്ത് കടന്നൽ കുത്തിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എന്തു പറ്റിയെന്ന് പുരികം പൊക്കി ചോദിച്ചു. ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി കാണിച്ച് അമൃത തിരിഞ്ഞു കിടന്നു. എന്നാലും എന്റെ കൂടെ കിടന്നാലെന്താവൻ? മോരാച്ചി കാണിച്ചു കൊടുക്കുന്നത് ഞാൻ അവന്. ഇങ്ങ് വരട്ടെ. അങ്ങനെ ഓരോന്ന് സ്വയം പിറുവിറുത്തു അമ്മു. പെട്ടെന്ന് അവന്റെ സാമീപ്യം അറിഞ്ഞതും ഒരു കുസൃതി ചിരിയോടെ ആ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചേർത്ത് പിടിച്ച് അവന്റെ ഷർട്ടിന്റെ ഇടയിലൂടെ കൈ അകത്തേക്ക് കിടത്തി ആ നെഞ്ചിലെ രോമത്തിൽ പതിയെ തലോടിക്കൊണ്ട് കിടന്നു. അല്ല ഇപ്പെന്താ പറഞ്ഞു? എന്തോ കേട്ട പോലെ തോന്നി. അത് ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞുകൊണ്ട് നാളത്താൽ അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ചിരിച്ചുകൊണ്ട് പരസ്പരം ചേർന്ന് കിടന്നു. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്ന അവന് തന്റെ സ്വപ്നം, തന്റെ പ്രണയം അതിപ്പോൾ സ്വന്തമായിരിക്കുന്നു. അനന്തകൃഷ്ണന്റേത് മാത്രം. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവനെയും ചേർത്ത് പിടിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ മയങ്ങിപ്പോയിരുന്ന അമൃത ഒരു ചെറുചിരിയോടെ അവനും തന്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചു. ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അമൃതയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. മുറിവുകൾ ഏറെക്കുറെ ഉണങ്ങി. രാവിലെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അമ്മച്ചിയോട് സംസാരിച്ചു അനന്തു. അമ്മച്ചി, ഞങ്ങൾ തിരികെ കോട്ടയത്തിന് പോയാലൊന്ന് ചിന്തിക്കുക. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. അതാണ് അമൃതയുടെ എൻ്റെ ആഗ്രഹം. വേണ്ട മോനെ, ഇളയ മകൻ ജോണി അവൻ കുറേ നാളായിട്ട് വിളിക്കുന്ന വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെയായിരുന്നു. ജോൺ വന്നപ്പോഴേ ഇങ്ങോട്ട് വന്ന് കുറച്ച് ദിവസമുള്ളായിരുന്നെങ്കിലും എൻ്റെ മോൻ്റെയും കൊച്ചുമകളുടെയും കൂടെ കഴിയാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നല്ലോ. അമ്മച്ചിക്ക് സന്തോഷമായി. ഇവളിപ്പോഴും മോൻ്റെ ഭാര്യ. അതൊന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാം. നിയമപരമായിട്ട് ഒന്നുകൂടി ഒന്നാവണം. മക്കൾ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയെ കാണാൻ വന്നാൽ മതി. അമ്മച്ചി കാത്തിരിക്കും. അതും പറഞ്ഞ് ഏലിയമ്മ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അമ്മച്ചിയോട് യാത്ര പറഞ്ഞ് പോവാനായി ഇറങ്ങിയിരുന്ന രണ്ടുപേരും. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വിതുമ്പിപ്പോയിരുന്ന അവൾ അബ്രഹാമിന്റെ കൂടെ ആദ്യമായി അവിടേക്ക് വന്ന് ഓർത്തുപോയി. അവൾ വിതുമ്പി കരയുന്നവളെ തന്നോട് ചേർത്ത് പിടിച്ചവൻ. യാത്രയിലൂടെ നീളാൻ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോൾ എല്ലാ സങ്കടങ്ങളും താൻ മറക്കുവാണെന്ന സന്തോഷത്തോടെ അറിഞ്ഞു അമൃത. ആ സന്തോഷത്തിനിടയിലും എന്തോ ഒരു പേടി അവളെ പൊതിഞ്ഞിരുന്നു. ഈ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി. വീടിന്റെ ഗേറ്റിൽ ആളുകൾ നിൽക്കുന്ന കണ്ടും ഒരു പേടിയോടെയാണ് ഡോർ ഇറങ്ങിയത്. പുറകെ അമൃതയും. ജോൺഫി അവരെ കണ്ടതും ഒരു പേടിയോടെ അവന്റെ അടുത്തേക്ക് ഓടി. മുഖമൊക്കെ പേടിച്ച് വിളറിയിരുന്നു. ഡാ എന്തു പറ്റി? എന്താ പറയാൻ അവൻ അലറി. ആനന്ദു, ഇന്നലെ രാത്രിയിൽ ആരൊക്കെയോ അവൻ പറഞ്ഞു തുടങ്ങിയ ദേവു കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അനന്തുവിനെ കെട്ടിപ്പിടിച്ചു. ഏട്ടാ, അവരാരൊക്കെയാ? ഞങ്ങള് വിതുമ്പിപ്പോയ ദേവു വീണ്ടും അവനെ ഇറുക്കി പിടിച്ചു. എന്താണാ നീ കാര്യം പറയൂ? അമ്മു, നീ ഇവിടെ ഇങ്ങോട്ട് അകത്തേക്ക് പോ, അവിടെ അമ്മയുണ്ട് പറഞ്ഞ ജോൺഫി ആയിരുന്നു. നീ വന്നേ, കുറച്ച് കാര്യം പറയാനുണ്ട്.
അവൻ അനന്തുവിനെയും കൂട്ടി കുറച്ചങ്ങോട്ട് മാറിയുന്നു. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കണ്ടത് ഒരു പേടിയോടെ നോക്കി നിന്നു അമൃത. ശേഷം പേടിച്ചു വരച്ച് നിൽക്കുന്ന ദേവുനെയും കൂട്ടി അകത്തേക്ക് കയറി അമൃത. അവിടെ ഒരു കട്ടിൽ കിടക്കുകയാണ് ജാനിയമ്മ. എന്താ ദേവമോളെ, എന്താ പറ്റിയേ? അവളുടെ കൈ തന്റെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു അമ്മ. ഒരു കരച്ചിലോടെ അവിടെ മാറിലേക്ക് വീണു ദേവ്. ഏടത്തിയമ്മയുടെ അമ്മാവിന്റെ കുറെ ആളുകൾ ഇന്നലെ രാത്രി ഇവിടെ കയറി വന്നു. കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഏട്ടനെ ഏടത്തിയും കൊല്ലുമെന്ന് പറഞ്ഞു. ഏടത്തിയുടെ ഗതി തന്നെ എനിക്കും വരുമെന്ന് പറഞ്ഞു. ഏട്ടന്റെ കടയും വീടൊക്കെ നശിപ്പിച്ചു. ദേവുവിന്റെ ഓരോ വാക്കും ഒരു ഞെട്ടലോടെയാണ് അമ്മ കേട്ടത്. അവൾ ദേവുവിനെ തന്നെ മാറോട് അടക്കി പിടിച്ച് ആശ്വസിപ്പിച്ചു. ഏട്ടനൊന്നും പറ്റില്ല ദേവു, മോള് കരയാതെ. ഏട്ടനും ഏടത്തിയില്ലേ മോൾക്ക്, കരയണ്ട. അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും എന്തോ ഒരു വല്ലാത്ത ഭയം വന്ന് മൂടിയിരുന്ന അമൃതയുടെ മനസ്സിൽ. താൻ ചെയ്ത തെറ്റിന് തന്റെ പ്രാണനും അവന്റെ കുടുംബവുമാണല്ലോ അനുഭവിക്കുന്നതെന്ന ചിന്ത അവളെ കുത്തിനോവിച്ചു. അയാളെ വെറുതെ വിടില്ല ഞാൻ. എന്റെ വീട് വരെ കയറാൻ ആ ചേറ്റയ്ക്ക് ധൈര്യം വന്നു. കാര്യങ്ങൾ അറിഞ്ഞ ദേഷ്യത്തോടെ മതിൽ മുഷ്ടിയുട്ടി ആഞ്ഞുകുത്തി ആനന്ദ്. കാറ്റിന്റെ വേഗത്തിൽ റൂമിലേക്ക് പോകുന്നവനെ ഒരു പേടിയോടെ നോക്കി അമൃത. ഇപ്പൊ വരുമെന്നും പറഞ്ഞ് ദേവുവിന്റെ അമ്മയുടെ അരികിലിരുത്തി അവിടുന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് ഓടിയിരുന്ന അമൃത. ബുള്ളറ്റിന്റെ ചാവി എടുത്തിരിഞ്ഞതും അനന്തുവിന്റെ മാറിലേക്ക് വീണിരുന്ന അമൃത ഇറുക്കി വരികയും ചെയ്തു. വേണ്ട, എനിക്ക് പേടിയാ. അനന്ത് പോവല്ലേ, എനിക്ക് പേടിയാ. പ്ലീസ്, നിന്നെ എനിക്ക് വേണം. ഈ സ്നേഹം ദേവുവിന്റെ അമ്മയ്ക്കും വേണം. നിന്നെ ആളെന്തെങ്കിലും ചെയ്താൽ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് അവന്റെ മാറിൽ തന്നെ കിടന്നു അവൾ. അപ്പോഴും അവനുള്ള അവന്റെ പിടുത്തം വിട്ടിരുന്നില്ല. ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്ന പോലെ. അയാൾക്ക് കൊടുത്തേക്ക് സ്വത്തില്ല, അയാൾ എടുത്തോട്ടെ, എനിക്കൊന്നും വേണ്ട. എന്റെ സ്വത്ത് ഇതേ നീയാ. നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല ഇനി ഒരിക്കലും. എനിക്ക് ആരുമില്ലടാ. നീ അമ്മയും ദൈവമില്ലാതെ ഈ അമ്മുവിന് ആരുമില്ല എന്നും പറഞ്ഞ് അവന്റെ കാൽമേ കയറിന്ന് പെരുവിൽ ഉയർന്നു പൊന്നി അവന്റെ മുഖം തന്റെ കൈക്കുമ്പിൽ പൊതിഞ്ഞു പിടിച്ചു. ആ മുഖമാകെ അവൾ തുരുതുരാ ഉമ്മ വെച്ചു. ശേഷം അവളിൽ ആവേശമായിരുന്നു. അവനെ തന്നെ മാത്രം സ്വന്തമാക്കാനുള്ള ഒരുതരം ആവേശം. അതിൽ കണ്ണുനീരിന്റെ നനവും ഉണ്ടായിരുന്നു. ശേഷം അവന്റെ ചുണ്ടുകളെ അവൾ നുണയാൻ തുടങ്ങി. അത്രയും പ്രണയത്തോടെ ദീർഘമായ ഒരു ചുംബനം. ഒന്നും മിണ്ടാതെ അനുസരണയുള്ള കുട്ടിയെ പോലെ നിന്നുകൊടുത്തു അനന്ത്. ശേഷം അവളെയും ചേർത്ത് പിടിച്ച് കട്ടിലിരുന്നു. അപ്പോഴവളെ പിടുത്ത അവൾ വിട്ടിരുന്നില്ല. അതെ, മതി അമ്മൂട്ടി, എന്റെ കൺട്രോൾ പോയിടി. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലേ? അത് കേട്ടതൊരു നാണത്തോടെ മുഖം അകറ്റി അമൃത. ശേഷം അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അമ്മൂട്ടി, ദേ ഇങ്ങോട്ട് നോക്കിയേ. നീ ഇങ്ങനെ തളർന്ന എങ്ങനെയാ പെണ്ണേ? ആ പഴയ തൻ്റെ ഇടയ്ക്ക് എവിടെ പോയി? എനിക്ക് ധൈര്യം തരേണ്ട നീയല്ലേ? നീ ഇങ്ങനെ തളർന്നാലോ? നമുക്കൊന്നും വേണ്ട, കൊടുത്തേക്കല്ല അയാൾക്ക്. എനിക്ക് നിന്നെ മാത്രം മതി. അതും പറഞ്ഞ് അവരുടെ പിടുത്തം ഒന്നുകൂടെ മുറുക്കി അമൃത. അയാൾ ചോദിക്കുന്ന കൊടുക്കാൻ എനിക്ക് കഴിയില്ല അമൃത. അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് മുഖം കൊടുക്കാതെ പിന്മാറാൻ ശ്രമിച്ചു. എന്തുകൊണ്ട്? ആ വിഷമത്തിനിടയിൽ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചവൾ. അനന്തു പറയാൻ. അപ്പൊ നിനക്ക് എന്നേക്കാൾ വലുതായിരുന്നല്ലേ എന്റെ സ്വത്ത്? അതും ചോദിച്ച് അവന്റെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചു വലിച്ചവൾ. അത് കേട്ടത് അവന്റെ പിടിവിട്ടു പോയിരുന്നു. അതെ, നിന്നെക്കാൾ വലുതാ അമൃത അയാൾ ചോദിച്ച സ്വത്ത്. എനിക്കെന്റെ പ്രാണനും വലുതാ. അവന്റെ ശബ്ദമിടറി. എന്താ ഈ പറയുന്നേ? പറഞ്ഞുകൊണ്ട് മുഖം മാറ്റി പോകുന്നതിനെ തനിക്ക് നേരെ അഭിമുഖമായി നിർത്തി. നിന്നെയാണ് അമൃത അയാൾക്ക് വേണ്ടത്. അയാളുടെ മകനെ കൊന്ന നിന്റെ ജീവൻ വേണമെന്ന്. ഇനി പറ്റുമോ? പറയൂ, പറ്റുമോടി എനിക്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ആർത്തു അവൻ. പറ്റുമോടി എനിക്ക് നീ ഇല്ലാതെ ഈ അനന്തകൃഷ്ണന്റെ ജീവിതം പൂർണ്ണാവോ അമൃതയില്ലാതെ? പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ഒരു ഭ്രാന്തനെ പോലെ ആ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ശേഷം ഒരു കണ്ണുനീരോട് അവളെ നോക്കി. വീണ്ടും അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഒന്നുകൂടെ അവളെ നോക്കി. ഒരു പൂവിൽ നിന്നും തേൻ നുകരുന്ന വണ്ടിനെ പോലെ അവളുടെ അധരങ്ങൾ അവൻ നുകർന്നെടുക്കാൻ തുടങ്ങി. അത്രയും ആവേശത്തോടെ, അത്രയും പ്രണയത്തോടെ, അത്രയും സ്നേഹത്തോടെ. അതിൽ ലയിച്ച് രണ്ടുപേരുടെയും കണ്ണുനീര് ഒന്നായി ഒഴുകി. അവളിലെ പിടുത്തമിട്ട് മുഖം അമർത്തി തുടച്ചൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു അനന്ത്. നീ ഒന്ന് കുളിച്ച് ഫ്രഷാവും. അമ്മയും ദൈവമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പുറത്തോട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയവനെ അവിടെ തന്നെ പിടിച്ചിരുത്തിയവൾ. വേണ്ട, എനിക്ക് പേടിയാ. അറിയാം, അയാളുടെ അടുത്തേക്ക് പോവാനല്ലേ പറഞ്ഞതും കണ്ണുകൾ ചാലിട്ടൊഴുകി. എന്താ പെണ്ണേ ഇത്? നീ ഇത്രയും പാവായിരുന്നു ഇങ്ങനെ ഒരു പെണ്ണ്. എന്നാലേ അയാളോട് ഞാൻ പ്രതികാരമൊന്നും വീട്ടാൻ പോകുന്നില്ല. അയാൾക്കുള്ള ദൈവം കൊടുത്തോളൂ. നമുക്കെന്തെങ്കിലും കഴിക്കേണ്ട വേണേ. ഇനി ഉണ്ടാക്കാനൊന്നും മെനക്കണ്ട. അത് നിനക്കറിയില്ലല്ലോ. ഒരു ചിരിയോടെ പറഞ്ഞവൻ. കേട്ടതും ഒന്ന് കൂർപ്പിച്ചു നോക്കി അമൃത. ശേഷം ഒന്ന് പുഞ്ചിരിച്ചു. എന്തായാലും പറഞ്ഞ പോലെ ഞാനിപ്പോ വരാം, നീ കുളിച്ച് ഫ്രഷ് ആവും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. അവൻ പോകുന്ന നോക്കിയൊരു ചിരിയോടെ അവിടെ തന്നെ ഇരുന്ന് അമൃത കുറച്ചു നേരം. മനസ്സിൽ അപ്പോഴും എന്തൊക്കെയോ പേടിയുണ്ടായിരുന്നു അവൾക്ക്. മുറ്റത്ത് നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നവൻ. ജോൺഫി വാ, ഇനി സമയം കളയാനില്ല. ഇനിയും വെറുതെ വിട്ടാവൻ ആ പുന്നാരമോൻ ഇനി ജീവിച്ചുകൂടാ. കൊല്ലണ മോനെ. ഞാനെന്തു വേണ്ട, നീ ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. മുന്നേ തന്നെ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. പിന്നെ എന്ത് വേണം ഞാൻ പറ? എന്റെ പെണ്ണിനെ ആ നാരിക്ക് കൊല്ലാനായിട്ട് ഇട്ടുകൊടുക്കണോ? വേണോ? അതൊരലർച്ചയായിരുന്നു. ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി.
ഞരമ്പുകൾ ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്ന് കുറുകി. അവന്റെ ആ ഭാവമാറ്റം ജോൺഫിൽ ഭയമുളവാക്കി. നിങ്ങൾ ഈ പാപല്ല എവിടെ കൊണ്ടുപോയി കഴുകിക്കളി? മതിയായില്ലേ നിങ്ങൾക്ക്? ഉണ്ടായിരുന്നൊരു മകനെ കൂടി കൊണ്ടുനടന്ന് ചീത്തയാക്കി ഉടുക്കം കൊലക്കൊടുത്ത് എന്നെ ഈ പരുവത്തിലാക്കി. ഇനി ആർക്ക് വേണ്ടിയാ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്? വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന മഹാദേവനോട് വീൽ ചെയറിൽ വന്ന സുഭദ്ര ചോദിച്ചു. വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ തിരിഞ്ഞോക്കിയയാൾ വാതിൽപ്പടിയിൽ പുച്ഛത്തോടെ നോക്കിയിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ഓടിയടുത്തുകയാൾ. എന്താടി ഞാനവളെന്റെ മോനെ? അയാൾ അലറി. ഇനി നിന്റെ ഈ നാവനങ്ങിയ കുഴിച്ചു പോണു നിന്നെ ഒരു പാട്ടി അറിയില്ല കേട്ടു. കൊല്ലി താനെന്നെ. ഇതിലും ഭേദാ ഈ പരുവത്തിലാക്കിയ താനല്ലേ. പിന്നെ കൊല്ലാനാണോ പാട്? എനിക്കിനി ജീവിക്കേണ്ട, മതിയായി. തന്നെ പോലൊരു പിശാചിന്റെ കൂടെ മതിയായി എനിക്ക്. എന്റെ മകനെയും നിങ്ങൾ നിങ്ങളെപ്പോലെ ആക്കി കൊടുത്തു. കൊണ്ടുപോയി അവനെയും കൊന്നു. ആരാടി കൊന്ന്? എന്റെ മോനെ ഞാനാണോ കൊന്ന്? അവളാ നിന്റെ കൂട്ടുകാരിയുടെ മോള്, ആ നശിച്ചവള്. കൊല്ലും ഞാൻ അവളെ. പിന്നെ ആ പന്നിയുടെ മോനെയും തീർക്കും. അയാൾ വിറഞ്ഞു തുള്ളി. വേദനക്കിടയിലെ ഒരു പുച്ഛം നിറഞ്ഞ ചിരിച്ചു അവർ. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും കൊന്നേനവനെ. അവള് ചെയ്താ ശരി, അവളാണ് ശരി. ഓഹോ, സ്വന്തം മകനെ കൊന്നവളെ ന്യായീകരിക്കാൻ നോക്കുന്നോടി ചെറ്റേ. അതും പറഞ്ഞ് അവർ തല്ലാനായി കയ്യോങ്ങിയാൾ. നിങ്ങൾ കൊന്ന എന്നെ, എന്നാലും ന്യായമായത് ഞാൻ പറയും. നിങ്ങൾ എന്ത് നേടി ഇത്രയും കൊല്ലം? സ്വത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയല്ല. ആർക്ക് വേണ്ടി പറ? വെറുതെ വിട്ടേക്ക് അമ്മ മോളെ, അവര് ജീവിച്ചോട്ടെ. പാവല്ലേ അവള്. ബേഷ്, വലിയ ബേഷ്. വെറുതെ വിടാനോ? ഞാനോ? തീർക്കും ഞാൻ അവളെ. അതും പറഞ്ഞൊരു കിതപ്പോടെ മുറിയിലേക്ക് ഒരു വാതിലടച്ചിരുന്നയാൾ നെഞ്ചുരുങ്ങുന്ന വേദനയോട് ആ പാവ അമ്മയും ജനൽ കമ്പിൽ വിരലുകൾ കോർത്ത് റോഡിലേക്ക് മിഴികൾ പായിച്ചു അമൃത. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ബുള്ളറ്റിന്റെ വെളിച്ചമടിച്ചതും മിന്നൽ വേഗത്തിൽ പുറത്തേക്ക് ഓടി അവൾ. ഒരു ചിരിയോടുകൂടി കയറി വരുന്നതിന് ഓടിച്ചെന്ന് വാരിപ്പുണർന്നവൾ പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും ഒരു കുസൃതി ചിരിയോടെ ചേർത്ത് പിടിച്ച അവളെ. എന്താ വേണ്ടേ? എന്തുപറ്റി? പേടിച്ചോയോ നീ? രണ്ട് കൈകളും ചേർത്ത് പിടിച്ച അവന്റെ മുഖമാകെ ഒരു പേടിയോടെ നോക്കി അമ്മ. പേടിയാവുന്ന എനിക്ക്. അയാൾ എന്തെങ്കിലും? ആര്? നിന്റെ അമ്മാവനോ? അതോർത്ത് നീ വിഷമിക്കണ്ട, അയാൾ ഇനി വരില്ല. അത് കേട്ടത് ഒരു പേടിയോടെയും ഞെട്ടിലോടെയും അവനെ നോക്കി. നീ ഇങ്ങനെ നോക്കില്ലേ അമ്മ, ഞാനൊരു ഒഴുക്കിലങ്ങ് പറഞ്ഞു പോയതാ. നീ ഇങ്ങനെ പേടിച്ചാലോ? അതും പറഞ്ഞ് താടിയിൽ പിടിച്ച് വലിച്ചു അവൻ. എന്റെ ഏട്ടാ, ഇനി ഇങ്ങനെ രാത്രി പുറത്തിറങ്ങണ്ട. എന്തൊരു പേടി പോലെ. ദേവു അവന്റെ തോളിലേക്ക് ചാഞ്ഞ് ഒരു കൈ കൊണ്ട് ദേവിനെയും മറ്റേ കൈ കൊണ്ട് അമ്മുവിനെയും ചേർത്ത് പിടിച്ചു അനന്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് വാതിൽപ്പടി തന്നെ നിൽക്കുന്നുണ്ടായിരുന്ന അമ്മ ഭക്ഷണം കഴിച്ച് കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടോ ദേവ് ചെന്ന് വാതിൽ തുറന്നു. ജോൺഫി അയൽപ്പക്കത്തെ കുറച്ച് ആളുകളായിരുന്നത്. എന്താ എല്ലാവരും കൂടി ഈ നേരത്ത്? ആനന്ദ് ചോദിച്ചു. എടാ അത് ജോൺഫി പറയാനായി ഒന്ന് വിക്കി. ആ ചേട്ടാ, നമ്മുടെ മഹാദേവൻ മുതലായിട്ട് ചേട്ടന്റെ ഭാര്യ അമൃതയുടെ അമ്മാവൻ, പുള്ളി ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്ത് ആത്മഹത്യയോ? എന്നിട്ടിപ്പോ ഏത് ഹോസ്പിറ്റലാ? അവൻ അവരോടായി ചോദിച്ചു. മെഡിക്കൽ കോളേജിലാ. അവരുടെ വീടിന്റെ മുകളിൽ താഴേക്ക് ആടിയത് ആള് കാഞ്ഞു പോയെന്ന് അറിഞ്ഞ്. താഴെ വാട്ടർ ടാങ്ക് അതിന്റെ സ്ലാബിന്റെ മുകളിലേക്ക് വീഴിയായിരുന്നു. വീഴ്ചയിൽ തലടിച്ചിട്ടുണ്ട്. സുഭദ്ര ചേച്ചിയോട് മരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടാ ചാടിയെന്ന് അറിഞ്ഞ്. കേട്ടൊന്നും വിശ്വസിക്കാനാവാൻ നിൽക്കുകയായിരുന്നു അമൃതയും ദേവും അമ്മയും. ആ പാവം ചേച്ചിക്കാണ് ഈ ബെഡിൽ നിന്നൊന്ന് അനങ്ങാൻ പറ്റുമോ? അത് ബഹളം വെച്ച് നിലത്തേക്ക് ഉരുണ്ടു വീഴുകയും ചെയ്തു. അനന്തുവിന്റെ കൈ മുറുക്കി പിടിച്ചു അമൃത. സങ്കടമോ സന്തോഷമോ എന്നറിയാൻ വയ്യാത്തൊരു വികാരവളെ മൂടി. അമൃതയും കൂട്ടി നീ അങ്ങ് ചെല്ലാനന്തു. അവിടെ ഇപ്പോൾ അവർക്ക് കൂട്ടായിട്ട് കുറച്ച് അയൽവാസികൾ മാത്രമേ ഉള്ളൂ. ആ പാവത്തിനൊരു സമാധാനത്തിന്. അയാളൊരു നാരിയായിരുന്നെങ്കിലും അവരൊരു സാധു സ്ത്രീയാ. അവിടെ വന്നൊരു പ്രായം ചെന്ന ഒരാൾ പറഞ്ഞു. അമ്മു, നീ പോയി ഡ്രസ്സ് പണിയോ? നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാം. അവൻ പറഞ്ഞിട്ട് തലയാട്ടി. ശേഷം ദേവിനെയും കൂട്ടി അകത്തേക്ക് പോയി അമൃത. അവരെല്ലാം പോയതിനു ശേഷം അവനെയും കൂട്ടി ജോൺഫി കുറച്ചൊന്ന് അങ്ങോട്ട് മാറിയുന്നു. അനന്തുവിനോടും ജോൺഫിക്കൊപ്പം പോകുമ്പോൾ അവളുടെ കണ്ണുകൾ അനന്തുവിലായിരുന്നു. നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായത് ഒരു ചിരിയോടെ ചോദിച്ചു അവൻ. ഒന്നുകിൽ നിന്ന് കണ്ണടച്ച് കാണിച്ച് അവന്റെ തോളിലേക്ക് ചാഞ്ഞു. അമൃതയെ കണ്ടതും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സുഭദ്ര. എന്റെ മോളോട് ഈ അമ്മ മാപ്പ് ചോദിക്കുക എല്ലാത്തിനും. അതും പറഞ്ഞ് അവൾ വീണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൾ. അമൃതയെ അവിടെയാക്കി ജോൺഫിയെയും കൂട്ടി അനന്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. ICUവിലാണ് മഹാദേവൻ. ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും ഡോക്ടർ പറഞ്ഞനുസരിച്ച് അമ്മുവിനെ വിളിച്ച് പറഞ്ഞു. അതനുസരിച്ച് അവൾ സുഭദ്രയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്ന അയാളെ കണ്ടുപോയി. ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ നട്ടിലിനും കാര്യമായിട്ടുള്ള ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ തലക്ക് പിന്നിലേറ്റ ക്ഷതവും. രക്ഷപ്പെട്ടാലും കോമി തന്നെ കിടക്കും, മരണം വരെ. ഡോക്ടർ വസീം അഹമ്മദ് പറഞ്ഞിരുത്തുമ്പോൾ അനന്ത് ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു. അഹങ്കാരിയായിരുന്നില്ല മഹാദേവൻ. ഒന്ന് വീണപ്പോ കണ്ടില്ലേ? ആർക്കും വേണ്ട. എന്തായാലും അനന്തു, നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിരുന്ന നിന്റെ മനസ്സ് അത് നല്ലതാ. ഒരു മകനെ പോലെയല്ലേ അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. നിനക്ക് നല്ലതേ വരൂ. പഞ്ചായത്ത് മെമ്പർ ഗിരീഷാണ് അത് പറഞ്ഞത്. 1.5 മാസത്തോളം കിടന്ന് ഹോസ്പിറ്റലിൽ അയാൾ. ഇനി പ്രത്യേകിച്ച് ഒരു ചികിത്സയും ചെയ്യാനെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മായിക്കും അമ്മാവന് ഞങ്ങളുടെ കൂടെ വന്നൂടെ? ഞാൻ നോക്കിക്കോളാം അമ്മാവനെ. അമൃത സുഭദ്രയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. അയ്യോ വേണ്ട, ഇങ്ങനെ നോക്കാൻ ഒരാൾ ഏർപ്പാടായി തരാമെന്ന് ആ മെമ്പർ ഗിരി പറഞ്ഞു. കുറേ ഉണ്ടാക്കിയിട്ടില്ലേ, അത് ഇങ്ങനെയൊക്കെ പോട്ടെ. ഇയാളുടെ ഭാര്യയായതിനും ചെകുത്താനെ പോലൊരു മകന് ജന്മം നൽകിയതിനുള്ള ശിക്ഷയായിട്ട് ഞാനിതിനെ കണ്ടോളാം. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനും നോക്കും. അങ്ങനെ എനിക്കുള്ള ശിക്ഷ ഇതാവട്ടെ.
മോള് അനന്തു ഇനി സന്തോഷമായിട്ട് ജീവിക്ക് എന്ന് പറയുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച് കരഞ്ഞിരുന്ന സുഭദ്രാമ അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. മയ്യടിനെ നോക്കുന്നില്ല. ഞങ്ങളുണ്ടാവും എന്ത് സഹായത്തിന്. അല്ലേടാ ജോൺഫി? പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്തിനും കാണും. ഒരു വിളിപ്പാടാകല്ലേ? എന്നാൽ ഞങ്ങളൊന്ന് കയറി കണ്ടിട്ട് വരാം. അതും പറഞ്ഞ അകത്തേക്ക് കയറി ജോൺഫി അനന്തു. അമൃത അവരെയും കൂട്ടി അടുക്കളയിലേക്കും പോയി. ഒന്ന് ചലിക്കാൻ പോലും അത് കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടക്കുന്ന മഹാദേവനെ ഒരു സഹതാപത്തോടെ നോക്കി അനന്തു. ശേഷം വളരെ ദുഃഖത്തോടെ അയാളെ കൈപിടിച്ചു. മഹിയേട്ടാ വിളിച്ചുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചവൻ. എടാ അനന്തുവേ, മാതിയുടെ നിന്റെ ഒടുക്കത്തെ അഭിനയം ഇങ്ങനെ ഈ പരുവത്തിലാക്കിയെല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവൻ്റെ ഒരു പറഞ്ഞുകൊണ്ട് ചിരിച്ചു ജോൺഫി. ഹോ എന്റെ മോനെ, ഈ അഭിനയം കണ്ടാലേ വിജയ് സേതുപതിര് മാറി നിൽക്കും നിനക്ക് മുമ്പിൽ. ആദ്യം ചെറിയൊരു ഫിഗറുണ്ട് നിനക്ക്, ഇപ്പതേ അഭിനയം പൂർത്തിയായി. ജോൺഫി അതും പറഞ്ഞ് അനന്തുവിന്റെ തോളിലൊന്ന് അടിച്ചു. അത് കേട്ട് അവൻ തലയടിച്ച് ജോൺഫിയെ നോക്കി. അപ്പോൾ അവന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു, ഒരു പോരാളിയുടെ വിജയച്ചിരി. ശേഷം ശവം പോലെ കിടക്കുന്ന ആളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നവൻ. അമ്മാവോ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു എന്റെ അഭിനയം. ദേ കേട്ടില്ലേ ഇവൻ പറയുന്നേ, എന്റെ അഭിനയം കണ്ട വിജയ് സേതുപതി മാറിയിരിക്കുന്നു. പക്ഷെ അത് മുതൽ വേറെയാ. അത്രയ്ക്കൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല. ഞാൻ വെറൊരു പച്ചക്കറി കടക്കാരൻ. അത് പോട്ടെ, അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അതെ, ഈ കർമ്മം ചെയ്ത ഞാനാണ്, അറിയാലോ അല്ലേ? കൊല്ലാൻ അറിയാനിട്ടല്ല. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ രക്തക്കറ പറ്റിക്കൂടാ. അതുകൊണ്ട് മാത്രം ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ ശിക്ഷ ഈ അനന്തകൃഷ്ണന്റെ വക. ഇനി ഇങ്ങനെ കിടന്ന് നേറി പുഴുത്ത് നരകിച്ച് ചാവണം നിങ്ങൾ. ഇടയ്ക്ക് ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി ഈ വഴി വരാം, കുത്തി നോക്കാൻ. കേട്ടോടാ അമ്മാവോ? ഒരു പ്രത്യേക ഇനത്തിലായിരുന്നു അവസാനത്തെ ഡയലോഗ് പറഞ്ഞു നിർത്തിയത്. എന്നതാ അമ്മാവനോട് രഹസ്യം പറച്ചില്? ശബ്ദം കേട്ടതൊരു ഞെട്ടിലോടെ തിരിഞ്ഞ് രണ്ടുപേരും. അല്ല, ഞങ്ങൾ പറയായിരുന്നേ, ഒന്നും പേടിക്കണ്ട, എല്ലാത്തിനും ഞങ്ങളുണ്ടെന്ന്. അല്ലേ അമ്മാവാ? അയാൾക്ക് നേരെ തിരിഞ്ഞ് ചോദിച്ചു അനന്തു. അല്ല അമ്മയോടെ? എന്നാൽ ഞങ്ങളും കൂട്ടി ഇറങ്ങുക. പിന്നെ പണിക്കിരിക്കാനുള്ള സ്ത്രീ ഉടനെ വരും. അതുവരെ ജോൺഫിയോട് നിൽക്കട്ടെ. ഞാൻ നിന്നോളാം, നിങ്ങൾ പോയിക്കോ. എന്നാൽ നമുക്ക് ഇറങ്ങാം. തിരികെയുള്ള യാത്രയിൽ മൗനമായിരുന്നു അവൾ. എന്താ നിനക്ക് പെട്ടെന്ന്? നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നു? ദുഷ്ടനാണെങ്കിലും ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ഒരു വിഷമം പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ ചുറ്റി പിടിച്ച് തോളിച്ചാഞ്ഞു. നീ പറഞ്ഞ നേരാ, എനിക്കുണ്ട് വിഷമം. പുള്ളിയുടെ വിധി ഇതാ, നമുക്ക് തടുക്കാൻ പറ്റുമോ? ഉള്ളിൽ ചിരി കടിച്ചു പിടിച്ച് പുറത്ത് സങ്കടപ്പെട്ടു പറഞ്ഞു അവൻ. സോറി. അവൾ ഒന്നുകൂടെ അവനോട് ചേർന്നിരുന്നു പറഞ്ഞു. സോറിയോ? എന്തിന്? അത് ഞാൻ കരുതി അനന്തുവാണ് അമ്മാവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന്. എൻ്റെ പെണ്ണെ, നീ ഇത്രയൊക്കെ കടന്ന് ഇന്തിച്ചു കൂട്ടിയപ്പോഴേക്കും തോന്നുന്നുണ്ടോ നിനക്ക് നിന്റെ അനന്തു അങ്ങനെ ചെയ്യുന്നു? എന്നാലും നീ എന്നെ പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നവൻ. അനന്ത് സോറിടാ, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം വല്ലാതായി. കുനിഞ്ഞിരുന്ന് വിതുമ്പിക്കേണ്ടതും അവളുടെ ചെവിയോരം ചേർന്ന് പറഞ്ഞവൻ. അതെ, പിന്നെ അങ്ങേർക്കിട്ട് പണിത് നിന്റെ അനന്തുവാടി. പറഞ്ഞത്രയും വിശ്വസിക്കാനാവാതെ അവനെ നോക്കി അമൃത. ഞാൻ തന്നെയാടി. ഇപ്പൊ സങ്കടം തീർന്നില്ലേ നിന്റെ? എന്താ പറഞ്ഞേ? കണ്ണുകൾ മിഴിഞ്ഞു അവളുടെ. നീ ഇങ്ങനെ നോക്കാതെ, നീയും ആഗ്രഹിച്ചിട്ടില്ലേ അങ്ങേർക്കിട്ട് 8ന്റെ പണി പണിയണമെന്ന്? ചിരിയോടെ പറഞ്ഞ് കവിളിൽ ഉമ്മ വെച്ചത് ഒരുമിച്ചതായിരുന്നു. വേണമെങ്കിൽ എനിക്ക് നിന്നിൽ നിന്ന് മറച്ചുപിടിക്കായിരുന്നു. പക്ഷെ ഇനി എൻ്റെ ജീവിതത്തിൽ നീ അറിയാത്തൊരു രഹസ്യവും പാടില്ല. ആ നിർബന്ധമുള്ളതുകൊണ്ട് മാത്രം. അമ്മു എന്നോട് പിണങ്ങിയോ? അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അവൻ. അത് കേട്ടതും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്ന അവിടെ. അനന്തൊന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിയ ആരാടാ എനിക്കുള്ളത്? എനിക്ക് എന്തെങ്കിലും പറ്റി ഞാൻ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത്രയ്ക്ക് ഇപ്പൊ ജീവനാമൂവിൻ അനന്ത് പറഞ്ഞതും കരഞ്ഞു പോയിരുന്നു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ. വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ അമ്മ ഓടി വന്നിരുന്നു വിശേഷങ്ങൾ അറിയാൻ. ദുഃഖവാർത്തയായിരുന്നെങ്കിലും അതെല്ലാവർക്കും ചെറിയ സന്തോഷമായിരുന്നു. മുറിയിൽ ചെന്ന് കുളിച്ച് വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പറമ്പിലേക്ക് നടന്നു അവൻ. പരന്നു കിടക്കുന്ന പാറയിൽ കൈ തലയുടെ പിന്നിൽ വെച്ച് അതിലേക്ക് കിടന്നു. ആ രാത്രിയിലെ ഓർമ്മയിലൂടെ ഒന്നുകൂടെ പോയി അവൻ. അന്ന് രാത്രിയിൽ ജോൺഫിയെ കൂട്ടി അവൻ മംഗലത്ത് പോയത് അയാളെ പറഞ്ഞു മനസ്സിലാക്കാനായിരുന്നു. ബാൽക്കണിയിൽ നിന്ന് മദ്യപിക്കുന്ന മുറ്റത്തുനിന്ന് കണ്ടിരുന്നു. അങ്ങോട്ട് കയറി ചെന്ന് രണ്ടും കൽപ്പിച്ചു തന്നെയായിരുന്നു. ആരിത്? അനന്ത് മുതലാളിയോ? വന്നാട്ടെ വന്നിട്ട് തോണ്ടേ, എവിടെ ഇരുന്നാട്ടെ. മകേട്ടാ, അമ്മുവിന്റെ സ്വത്ത് അത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഇനി അവളുടെ മുമ്പിൽ വന്നുകൂടാ. അതല്ല, ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയാ ഈ അനന്തകൃഷ്ണന്റെ വേറെ മുഖമുണ്ട്, അത് പുറത്തെടുപ്പിക്കരുത്. നീ എന്ത് ചെയ്യടാ ചള്ളു ചെറുക്ക, നീ ഒന്ന് പോടാ. സ്വത്ത് അതെനിക്കിനി വേണ്ട, പക്ഷേ അവളെ വേണം എനിക്ക്. നിനക്ക് വേറെ പെണ്ണിട്ടൂടാ ചെറുക്ക, അവളെ നീ അങ്ങ് മറന്നേക്ക്. പറഞ്ഞുകൊണ്ട് കസേരയിലേക്ക് ചാഞ്ഞാൾ മേശമിൽ നിന്ന് ഗ്ലാസ് എടുത്ത് മദ്യം വായിലേക്ക് അമഴ്ത്തി. ശേഷം ചുണ്ടു തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. നീ തന്നെ അവളിങ്ങ് കൊണ്ടുവന്നേര്. നിനക്ക് എന്തിനാണ് അവളെപ്പോലെ ഒരു വിളയെ? എന്റെ ചെറുക്കൻ ചാവച്ചു തുപ്പിയ എച്ചിയിലാണത്. സത്യം പറഞ്ഞാൽ എനിക്കും ചെറിയൊരു നോട്ടുണ്ടായിരുന്നു അവള്. പക്ഷെ ആ മഹാലക്ഷ്മി അവളെല്ലാം തകർത്തു. ഡാ ചേറ്റേ, നിന്റെ പുഴുത്ത നാവുണി നീ എന്തെങ്കിലും എന്റെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞാ ഇവിടെ ഇട്ട് തീർക്കും ഞാൻ. ഡാ അനന്തു, വിടയാളെ, വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട.
എന്ന് പറഞ്ഞുകൊണ്ട് ജോൺഫി അവനെ പിടിച്ചു മാറ്റി. അയാൾ ക്രൂരമായ ചിരിയുടെ കഴുത്തുനൊഴിഞ്ഞ് നേരെ നിന്നു. ഒന്ന് പോടാ ചെറുക്ക, നീ എന്നങ്ങ് ഒലത്തും. അവളെ മഹാദേവൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേടിയെടുക്കും. ശേഷം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അടങ്ങിയതിനു ശേഷം അവളെ കൊന്നുകളും. അത് കേട്ടതും ജോൺഫിയുടെ കൈ സർവശക്തി എടുത്ത് കുടഞ്ഞെറിഞ്ഞവൻ. എന്നാ കൊന്നുകളടാ, ഒറ്റ തന്തക്കുണ്ടായവനാണെങ്കിൽ പറഞ്ഞത് അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അനന്തു. ചവിട്ടിന്റെ ആഘാതത്തിൽ മഹാദേവൻ പുറകോട്ട് തെറിച്ചു പോയി. ചെന്ന് വീണത് താഴെ. വീഴ്ചയിൽ അയാളുടെ തല വാട്ടർ ടാങ്കിന്റെ സ്ലാബിലടിച്ചു. രക്തം അവിടെ മാകെ തളം കെട്ടി. നെഞ്ചിൽ നനുത്ത തണുപ്പടിച്ചതും കണ്ണുകൾ പതിയെ തുറന്നു അവൻ. തന്റെ നെഞ്ചിൽ തലവെച്ച് കെട്ടിപ്പിടിച്ച് കിടപ്പുണ്ട് അമൃത. എടി പെണ്ണേ, ഇത് നമ്മുടെ ബെഡ്റൂമല്ല, പറമ്പാ. അതിനെന്താ, ബെഡ്റൂമിൽ സുഖം ഇവിടെയാ, നല്ല തണുത്ത കാറ്റ്. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ റെഡി. അതും പറഞ്ഞ് അവളെയും നോക്കി മീശയുടെ തുമ്പരാൽപ്പം പിരിച്ചു അനന്തു ഒരു കുസൃതി ചിരിയോടെ. എന്തോന്ന്, അയ്യേ വൃത്തിയിട്ടവൻ പറയുമ്പോൾ അവളുടെ മുഖം നാണത്താൽ ചുവന്നു. എന്നാ നമുക്ക് പോവാം. ഇങ്ങനെ മുട്ടുരുമി കിടന്നാലേ ഞാൻ വല്ലതൊക്കെ ചെയ്തു, പിന്നെ നാട്ടുകാർ അതുകൂടെ കാണേണ്ടി വരും. ഒന്ന് പോടാ അവിടുന്ന്, വൃത്തിയിട്ടവനെ, ഞാൻ പോവാൻ മാറി അവിടുന്ന്. അതും പറഞ്ഞ് എഴുന്നേറ്റ് അവൾക്ക് നേരെ കൈ നീട്ടിയവൻ. ഒന്ന് പിടിക്കണ്ട അമ്മൂട്ടി, ഇല്ലേ ഞാനിവിടെ ഒരു മടിയറ പണിയും. അയ്യേ, ഇവരെ നാണമില്ല, നാട്ടുകാർ കേൾക്കില്ല. ഈശ്വര, വാ ഇങ്ങോട്ട് പറഞ്ഞതും അവന്റെ കൈ പിടിച്ച് വലിച്ചിരുന്ന അമൃത. അനന്തു, നിനക്ക് ഓർമ്മയുണ്ടോ, ചെറുപ്പത്തിൽ നമ്മൾ കളിച്ചില്ലായിരുന്നു ഇങ്ങനെ ഇലകളൊക്കെ പിടിച്ച് ഓടി നടന്ന്? എന്ത് രസാന്നൊക്കെ അല്ലേ? അന്ന് ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. പറയുമ്പോൾ അവളുടെ മുഖം താഴ്ന്നിരുന്നു. അവളുടെ സങ്കടത്തോടെ വിതുമ്പിപ്പോയി. ഏയ് അമ്മൂട്ടി, ഇനി ഉണ്ടാക്കും വഴക്ക്? ഇല്ല അമ്മ, ഇനി കഴിയില്ല അതിന് പറഞ്ഞുകൊണ്ട് അവൻ അമൃതി കെട്ടിപ്പിടിച്ച് അവളുടെ കയ്യിൽ അവന്റെ മുഖം പൊതിഞ്ഞു പിടിച്ചു. ശേഷം അവന്റെ കാൽമേൽ കയറിയുന്നുകൊണ്ട് പെരുവിരലൊന്ന് ഉയർന്നു പൊങ്ങി നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. ശേഷം മുഖമാകെ അവളുടെ അധരങ്ങൾ ഓടി നടന്നു. ആ സമയം അവൻ അറിയുകയായിരുന്നു അവളിലെ സ്ത്രീ എന്ന മഹാത്ഭുതത്തെ, അവളുടെ വികാരങ്ങളെ, വിചാരങ്ങളെ. പതിയെ അവൾ അവന്റെ ചുണ്ടുകളെ രുചിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മേ, എന്റെ തോർത്തുമുണ്ടി കൊണ്ട് എടുത്തോ, കുളിച്ചിട്ട് അകത്തേക്ക് കയറാം പറഞ്ഞുകൊണ്ടിട്ടിരുന്ന ഷർട്ടും മുണ്ടഴിച്ച് അഴയിലിട്ടു. അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? ജാനിയമ്മ ചോദിച്ചു. ഞാൻ കണ്ടിട്ട് വേഗം ഇങ്ങോട്ട് പോന്നു. മഹാദേവൻ മരിച്ചു. 1 വർഷത്തോളമായി അതേ കിടപ്പിടന്നു. അതിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞു വരുന്ന വഴിയാണ് അനന്ത്. അമ്മ വേഗം ഇങ്ങോട്ട് പോന്നോ? അമ്മയോട് തിരക്കുന്നുണ്ടായിരുന്നു. മുള്ളിൽ നിർത്തിയ എന്നെ നിന്റെ ആ കുരിപ്പ്, എന്റെ കണ്ണ, എനിക്ക് വയ്യ ഇങ്ങനെ ഓടാൻ പറഞ്ഞുകൊണ്ട് തലക്കും കൈ കൊടുത്ത് അകത്തേക്ക് ഇരുന്നു. എന്നിട്ട് എവിടെ ആള്? അകത്ത് നോക്കി ചോദിച്ചു. ആ മേശയുടെ അടിയിൽ കാണും. ഞാൻ മടുത്തു, നീ അമ്മൂനെയും കൂട്ടിങ്ങ് വാ. ചെക്കൻ അവളെ മാത്രമേ പേടിയുള്ളൂ, നീ പിന്നെ കണക്കാണല്ലോ. കേട്ടതവൻ ചിരിച്ചു. അമ്മ ഞാൻ കുളിച്ചിട്ട് വരാം, ഞങ്ങളിന്ന് അവിടെ ആയിരിക്കും. അവനെയും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ സുഭദ്രാമൻ തനിച്ച പറഞ്ഞുകൊണ്ട് അവൻ മുണ്ടെടുത്ത് അകത്തേക്ക് കയറി. മേശയുടെ അടുത്തെത്തിയപ്പോൾ, അമ്മേ ഇതെവിടെ ഒരു ചോക്ലേറ്റിന്റെ മണം എന്നും പറഞ്ഞൊരു ചിരിയോടെ മേശയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. അവിടെ ഒരാൾ കുഞ്ഞിപ്പല്ലുകൾ കാണിച്ചിരിക്കുന്നുണ്ട്. അവനെ പൊക്കിയെടുത്തു അനന്തു. അമൃതയുടെ അനന്തുവിനെ 2 വയസ്സുകാരൻ ആദിദേവ്, അവരുടെ ആദിക്കുട്ടൻ. പോസ്റ്റ് കുപ്പിയിലാണ് ഇപ്പോഴും കൈ. വാരിത്തുന്ന മുഴുവൻ മുഖമായി പറ്റി പിടിച്ചിരിപ്പുണ്ട്. ആഹാ, അച്ഛൻ്റെ ആദിക്കുട്ട, നീ മുഴുവനും തീർത്തോടെ കള്ള. അമ്മ ഇന്ന് അച്ഛനെ ശരിയാക്കുമല്ലോടാ. അതെ അച്ഛാ, ഇനിയില്ല അച്ഛാ, കയ്യിന് മേയി കൊണ്ടുവന്നാ മതി ബൂറ്റ്, അല്ലേ അച്ഛമ്മീ? പിന്നെ നിന്റെ അച്ഛന് ബൂസ്റ്റ് കമ്പിലാണല്ലോ പണി ജാനിയമ്മ കളിയാക്കി പറഞ്ഞുകൊണ്ട് ആദിയുടെ കവളിൽ ഉമ്മ വെച്ചു. ദേവ് ലണ്ടനിലാണ്, അവിടെ ഹോസ്പിറ്റൽ നേഴ്സാണ്. ഭർത്താവ് വിജയ് സത്യ ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറാണ്. ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും അമൃത വാതിൽപ്പടിയിലേക്ക് വന്നു. ചെറുതായിട്ട് ഉന്നിൽക്കുന്ന വയറിൽ കൈ താങ്ങിയിട്ടുണ്ട്. അമൃതയ്ക്ക് ഇപ്പോഴും ഇത് 6ാം മാസമാണ്. ആഹാ, മോനാച്ചനിങ് എത്തിയോ? കയ്യിലിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടിയവൻ. അമ്മൂട്ടി, ഇതത് കുറച്ച് ഫ്രൂട്ട്സാ, നീ ഒന്നും കഴിച്ചില്ലല്ലോ, അമ്മക്കും കൊടുക്ക്. ജോൺഫി ഫുഡ് കൊണ്ടുവരും. അമ്മച്ചു അല്ല, എന്റെ കുഞ്ഞു വാവച്ചു അല്ലേ അച്ചി? പിന്നെ അമ്മ കഴിച്ചാലേ കുഞ്ഞുവാക്കി കിട്ടുള്ളൂ. അമ്മ ഇവനെ കൊണ്ട് മടുത്തു. ഇനി കർമ്മയെല്ലാം കഴിഞ്ഞ് സുഭദ്രാമയെ കൂടി വീട്ടിൽ പോവാം. എന്താ അതല്ലേ നല്ലത് പറഞ്ഞ അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. അവിടെ കട്ടിൽ കിടക്കുകയാണ് സുഭദ്ര. ആ അമ്മൂമ്മയുടെ കുസൃതി കൊടുക്ക വന്നോ പറഞ്ഞുകൊണ്ട് ആദ്യം എടുത്ത് നെറ്റിൽ ഉമ്മ വെച്ചവർ. പിന്നെയും ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അവരെയും കൂടെ വീട്ടിലേക്ക് കൂട്ടിയിരുന്നവൻ ഒരു മകന്റെ കരുതലോടെ. സുഭദ്ര കൂടി വന്നത് നന്നായി. ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഈ ചെക്കനെ കൊണ്ട് ഞാൻ മടുത്തു. ഇപ്പൊ ഒരു കൂട്ടായല്ലോ. എന്റെ ലീവ് തീർന്നാലെന്തോ, നാളെ മുതൽ എനിക്ക് തിരിച്ച് ബാങ്കിൽ ഡ്യൂട്ടിക്ക് വേണം. ഒരാൾ നിർത്താം, അതാ നല്ലത്. അമ്മ അല്ലെങ്കിൽ പാട് വിടും. അല്ലേടാ? ഞാൻ ജോൺഫിയോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാസം ശമ്പളം കുറച്ച് കൂടുതലാണ് ചോദിക്കുന്നത്. എന്നാലും സാരല്ല, കാര്യങ്ങൾ നടക്കുമല്ലോ. നാളെ മുതൽ വന്നോളൂ. ആനന്ദുവിന്റെ കട ഇപ്പോൾ ഒരു മിനി സൂപ്പർ മാർക്കറ്റാക്കി ടൗണിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമൃതയ്ക്ക് ഇപ്പോൾ ബാങ്കിലാണ് ജോലി. രാത്രി എല്ലാ ജോലികളും തീർത്ത് മുറിയിലേക്ക് വരുമ്പോൾ മകനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിരുന്നു അനന്തു. വാതിലടച്ച് കുറ്റിയിട്ട് കട്ടില്ല അവന്റെ അരികിലായിരുന്നു അവൾ. മുഖത്ത് വീണിയെടുക്കുന്ന മുടി ഒതുക്കി വെച്ചു. ശേഷം ഒരു ചിരിയോടെ താടി രോമങ്ങൾക്കിടയിലൂടെ വിരലോടിച്ചു അമൃത. ശേഷം അവന്റെ കവളിൽ ഉമ്മ വെച്ചു. പതിയെ കണ്ണുകൾ തുറന്ന് അനന്തു. ഇത് മാത്രമേ ഉള്ളൂടി അമ്മൂട്ടി പറഞ്ഞുകൊണ്ട് അവൾ വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. അയ്യടാ, അത് മോൻ 8 മണിക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. കിടന്നുറങ്ങാൻ നോക്ക്. ഓരോരോ
അതും പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് നടുക്കെടുത്താനെ എടുത്തും അത് തടഞ്ഞിരുന്ന അവൻ. എടി അമ്മൂസേ, അവനടക്കി കിടക്കട്ടെ, നീ ഇങ്ങ് വാ. ദേ ഈ നെഞ്ചി കിടക്കടി എൻ്റെ ഉണ്ടക്കണ്ണി, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാ പ്ലീസ്, എന്റെ ചക്കരയല്ലേ, വാടി വാ. അതും പറഞ്ഞൊരു ചിരിയോടെ വാരിപ്പുണർന്ന അവനവളെ ഒരു നാണത്തോടെ അവനെ നെഞ്ചിലേക്ക് ഒട്ടിക്കിടന്ന അമൃത. എന്തു പറ്റിയ മൂട്ടി? അതെ, ഒരാൾ വാറ്റിക്കിടന്ന് കിക്കിന്ന്. അതും പറഞ്ഞ് അവന്റെ കവിളിൽ ഉമ്മ വെച്ച അമൃത ഒരു കൈ കൊണ്ട് തങ്ങളുടെ പൊന്നുമോനെയും ചേർത്ത് പിടിച്ചു അനന്തു. വരാൻ പോകുന്ന വലിയ വലിയ സന്തോഷങ്ങൾക്കായി അവരൊന്നായി ഒഴുകിയ ഒരു പുഴ പോലെ ഇനി അനന്തകൃഷ്ണന്റെ അമൃതയും സന്തോഷമായി ജീവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്